അഭിനയിക്കാൻ കഴിയുമെങ്കിൽ, ഇങ്ങനെ അഭിനയിക്കാൻ കഴിയുമെങ്കിൽ താങ്കളിന് എത്രയോ ചെയ്യാൻ ബാക്കി കിടക്കുന്നു. ആയുസ് കൂട്ടിക്കിട്ടട്ടെ, അങ്ങനെ കുറെ കഥാപാത്രങ്ങൾ വരട്ടെ. അത്ര ലെവലില് താങ്കൾ ഈ അഭിനയിച്ചിരിക്കുന്ന വില്ലൻ കഥാപാത്രം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ താങ്കളിൽ നിന്ന് ഇതൊരു മോഹൻലാൽ ചെയ്താലോ, അല്ലെങ്കിൽ ചില വേറെ കുറെ നടന്മാരുണ്ട്, ധനുഷിനെ പോലെ ഒരാൾ ചെയ്താലോ, അല്ലെങ്കിൽ കമലഹാസൻ ചെയ്താലോ ഒന്നും ഞെട്ടിപ്പില്ല. കാരണം ഇവരൊക്കെ നമ്മൾ ഓൾറെഡി അവര് വേറെ ലെവലാണ്. പക്ഷെ ഇവരെല്ലാരും ചെയ്താൽ ഞെട്ടിപ്പില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവരെല്ലാരും അവരെ സ്റ്റാർ ഓഫ് വാല്യൂ ഒക്കെ പലരും കീപ്പ് ചെയ്യാൻ നിൽക്കുമ്പോഴും, കമലഹാസനെ എന്ന് പറയാൻ പറ്റില്ല, കമലഹാസനൊക്കെ വേറെ ലെവലിൽ തന്നെയാണ്. മോഹൻലാലൊക്കെ ഇപ്പോഴും സ്റ്റാർ ഓഫ് വാല്യൂവിൽ തന്നെയാണ് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് മാറി ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും ഇത്രയും ഒരു വില്ലൻ കഥാപാത്രം എടുക്കാൻ ഒരു നടനും ധൈര്യം കാണിക്കില്ല. അത്ര ഹെവി ലെവലിൽ എത്തിച്ചിട്ട് എന്തായോ എന്നമ്മ சொல்ற പൊളന്ത് തള്ളറ അതുപോലെയാണ് ചെയ്തിരിക്കുന്നത്. എടുത്ത റിസ്ക്. അപ്പോ ഇങ്ങനെയുള്ള 100 ചിത്രങ്ങൾ, അതായത് അടുത്ത വില്ലനാവണമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. മമ്മൂക്ക എടുക്കുന്ന എല്ലാ ചിത്രങ്ങളും ഇനി വ്യത്യസ്തമായിരിക്കണം. ഇതുപോലെ താങ്കൾ ഇനി 10 or 20 വർഷം കൂടെ ജീവിക്കട്ടെ, 20 or 25 വർഷം ജീവിക്കട്ടെ, പക്ഷെ എല്ലാം ഡിഫറെന്റ് ആയിരിക്കണം. പിന്നെ താങ്കളുടെ കമ്പനി, താങ്കളുടെ ക്യാഷ് ഉണ്ട്, താങ്കളുടെ മോന്റെ ക്യാഷ് ഉണ്ട്, എല്ലാം നിങ്ങളെ നിർമ്മിക്കണം. ഒന്നിനും ഇതില്ല, കുറെ പേർക്ക് തൊഴിൽ കിട്ടും. ഒന്നിനും ഇതില്ലാത്തതുകൊണ്ട് താങ്കൾക്ക് ഇനി എന്ത് റിസ്ക് കൊടുക്കുക. ആ റിസ്കിന്റെ ആദ്യ ചുവട് എടുത്തിട്ട് ആർമാദിക്കുകയാണ്. ഇതിന്റെ ആദ്യത്തെ ഫ്രെയിമിൽ തന്നെ താങ്കളുടെ ആ വില്ലന്റെ എഫക്റ്റ് താങ്കൾ തെളിയിച്ചിരിക്കുകയാണ്. ആ ഒരു എങ്ങനെ ഒരു കഥാപാത്രത്തിലോട്ട് ഇറങ്ങിച്ചല്ല. ഫസ്റ്റ് ഫ്രെയിമിൽ തന്നെ ക്ലീൻ ആണ് ആക്ടിങ് മാത്രമല്ല, പിന്നെ അങ്ങോട്ട് പോവേണ്ട. താങ്കൾക്ക് ഏത് നിമിഷം ഇപ്പോഴാണ് താങ്കള് ശരീരം കൊണ്ടൊന്നും താങ്കൾ അധികം കളിക്കേണ്ട, അഭിനയം മതി. അങ്ങനെ എടുത്തിരിക്കുന്ന ഈ വില്ലൻ കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയിലെ വില്ലൻ കഥാപാത്രം എടുത്ത മമ്മൂക്കയ്ക്ക് ഒരു സ്പെഷ്യൽ അഭിനന്ദനം. ഇനി സിനിമയിലേക്ക്. ഇതിനൊപ്പം വില്ലനെ തോൽപ്പിക്കാൻ ഒരു നായകൻ വേണ്ടേ? അതാണ് നമ്മുടെ വിനായക സാർ. ഒന്നൊന്നര അഭിനയം തന്നെ കേട്ടോ അദ്ദേഹത്തിന്റെ പോലീസ് റോൾ. കഥയൊന്നും ഞാൻ പറയില്ല, നിങ്ങൾ തിയേറ്ററിൽ പോയി കാണും. ഇത് തിയേറ്ററിൽ പോയി കാണുമ്പോൾ ഞാൻ നിങ്ങളടുത്ത് പറയണു, ഇതിനിടയിൽ ഒരു കാര്യമുണ്ട്. തിയേറ്ററിൽ പോയി കാണുമ്പോൾ നിങ്ങൾ വലിയ ഹെവി സിനിമയായിട്ടൊന്നും ചിന്തിച്ചത് ഈ പടം കാണാൻ പോകരുത്. ഇതൊരു നാച്ചുറൽ സിമ്പിൾ ഫിലിമാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തൊക്കെയോ ഭയങ്കര ബിജിഎമ്മും ഭയങ്കര ഹൈപ്പും ഭയങ്കര എഫക്റ്റും ഭയങ്കര വിഷ്വലൈസിങ്ങും എന്നുള്ള പടമാണ്. അങ്ങനെയുള്ള പടമൊന്നുമല്ല. ഇതൊരു സാധാരണ ഈ നാട്ടിൽ നടക്കുന്ന, പശ്ചാത്തലത്തിൽ നടക്കുന്ന ചിത്രത്തിന്റെ നോർമൽ ഫിലിമാണ്. ഇതൊരു ഹെവി ഫിലിം അല്ല.